ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അതർ അഗ്രികൾച്ചർ സെക്ടേഴ്സ് നോക്കാം. ഓക്കെ, മറ്റ് കാർഷിക സംരംഭങ്ങൾ എന്താണ്? ഡസ് ദ അഗ്രികൾച്ചർ മീൻസ് ഗ്രോയിങ് പ്ലാന്റ് അലോൺ. അനലൈസ് ദ ഇല്ലുസ്ട്രേഷൻസ് ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് ദ വേരിയസ് അഗ്രികൾച്ചർ സെക്ടേഴ്സ് ആൻഡ് റൈറ്റ് ദം യുവർ സയൻസ് ഡയറി. കളക്ട് ദ മാക്സിമം ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു ദ കണ്ടക്ട് ദ ക്യൂസ് ഇൻ യുവർ ക്ലാസ്. എന്താണ്? സസ്യങ്ങൾ നട്ടു വളർത്തുന്നത് മാത്രമാണോ കൃഷി? അത് മാത്രമാണോ കൃഷിയല്ലല്ലോ. എന്തൊക്കെ കാര്യങ്ങളുണ്ട്? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കൂ. എന്തൊക്കെ കാര്യങ്ങൾ അതിലുണ്ട് നമുക്ക് നോക്കാം കേട്ടോ. എന്താണ്? റിയറിങ് സിൽക്ക് വോം. എന്താണ്? പട്ടുനൂൽ കൃഷിയാണത്. എന്താണ് പട്ടുനൂൽ കൃഷി? എന്താണ്? സെറികൾച്ചറാണ്. ഓക്കെ. ഗ്രോയിങ് ഫ്ലവേഴ്സ്. എന്താണ്? പുഷ്പകൃഷിക്ക് എന്താ പറയുക? ഫ്ലോറികൾച്ചർ. ഓക്കെ. ഇനി റിയറിങ് ഹണി ബീസ്. എന്താ? തേനീച്ച വളർത്തുന്നതിന് എന്താ? എപ്പികൾച്ചർ. ഓക്കെ. അടുത്തത് എന്താണ്? റിയറിങ് റാബിറ്റ്സ്. മുയൽ വളർത്തുന്നതിന് എന്താ പറയുക? ക്യൂണികൾച്ചർ. ഓക്കെ. ഇനി കൾട്ടിവേറ്റിംഗ് മഷ്റൂം. എന്താണ്? കൂൺ കൃഷിക്ക് എന്താ പറയുക? മഷ്റൂം കൾച്ചർ. ഓക്കെ. റിയറിങ് പോൾട്രി. എന്താണ്? പോൾട്രി ഫാമിംഗ്. ഓക്കെ. റിയറിങ് അത് കോഴിക്കൃഷിയാണ് കേട്ടോ. റിയറിങ് പോൾട്രി എന്ന് പറഞ്ഞാൽ. പിന്നെ റിയറിങ് കാറ്റിൽ എന്താണ്? റിയറിങ് കാറ്റിൽ കന്നുകാലി വളർത്തൽ. ഓക്കെ. പിന്നെ പിസിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ മത്സ്യകൃഷി. ഓക്കെ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഡിഫറെൻറ്റ് അഗ്രികൾച്ചറൽ പ്രാക്ടീസ്, പ്രിപ്പറേഷൻസ് ഓഫ് ഹൈ ക്വാളിറ്റി സീഡ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ, ആസ്പെക്ട് ടു കൺസിഡർ ഇൻ ദ ഫാം മാനേജ്മെൻറ്റ് ആൻഡ് അതർ agricultural sectors. Let us love farming and farmers and move ahead with modern agricultural practice. ഓക്കെ. എന്താ പറയണത്? എന്താണ്? വിവിധ കാർഷിക സംരംഭങ്ങളും മികച്ച വിത്ത്, നടീൽ വസ്തുക്കൾ തുടങ്ങിയവ തയ്യാറാക്കുന്ന രീതി, കൃഷി പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കാർഷിക മേഖലകളും ഒക്കെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി കൃഷിയെയും കർഷകരെയും സ്നേഹിച്ച് ആധുനിക കൃഷി രീതികളോടൊപ്പം നമുക്ക് മുന്നേറാം. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ലെറ്റസ് നോക്കാം. കുറച്ച് ലെറ്റസ്. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഡസ് നോട്ട് സ്യൂട്ട് ഓർഗാനിക് ഫെർട്ടിലൈസർ. എന്താണ്? അതെന്താണ്? ആൻസർ എന്താണ്? സി, ഡിസ്ട്രോയിഡ് സോയിൽ സ്ട്രക്ചർ. ഇനി മാച്ച് ദ ഫോളോയിങ്. എന്താണ്? മാച്ച് ദ ഫോളോയിങ് എന്താ ചോദിച്ചത്? എപ്പികൾച്ചർ എന്താണെന്ന് ടീച്ചർ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, നോക്കാം. പിന്നെ യു ഹാവ് ടു ലേൺ അബൌട്ട് ലെയറിങ്. ഐഡൻറ്റിഫൈ ദ ടൈപ്സ് ഓഫ് ലെയറിങ് ഷോൺ ഇൻ ദ ഫിഗേഴ്സ്. എന്താണ്? പതിവയ്ക്കലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ലേ? എന്ന് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പതിവയ്ക്കൽ രീതിയുടെ പേരെന്താണ്? എന്താണ്? സെർപ്പൻറ്റൈൽ ലെയറിങ്. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? വൈൽ ലെയറിങ് ഈസ് വേ വിച്ച് ആർ ദ പൊസിഷൻ ഷുഡ് ബി കട്ട് ഇൻ ദ പ്ലാന്റ് എ, ബി, സി. എന്താണ്? ഈ രീതിയിൽ പതിവയ്ക്കുമ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എ, ബി, സി എന്നീ സ്ഥാനങ്ങൾ എവിടെയാണ് മുറിക്കേണ്ടത്? ബി അല്ലേ? ഇനി അടുത്തത് ലുക്ക് ഐഡൻറ്റിഫൈ ദ സ്റ്റോക്ക് ആൻഡ് സയൺ ഫ്രം എ, ബി. ടീച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. സയൺ ഏതാണ്? എ ആണ് സയൺ, ബി സ്റ്റോക്കാണ്. ഓക്കെ. ഇനി അടുത്തത് വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് അറ്റാച്ചിങ് ദ സ്റ്റംപ് ഓഫ് മൽഗോവ ടു ദ ലോക്കൽ വെറൈറ്റി ഓഫ് മാംഗോ ട്രീ. എന്താണ്? നാടൻ മാവ് മൽഗോവയുടെ കമ്പ് ഒട്ടിച്ചു കൊണ്ടുള്ള പ്രയോജനം എന്താണ്? എന്തൊക്കെ കാര്യങ്ങളുണ്ട്? പെട്ടെന്ന് കായ്ക്കും, അതും ടീച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡസൻ നീഡ് കെയർ. ഓക്കെ, അത് നോക്കാം. ഇനി അടുത്തത് ഈസ് ദർ ഈസ് എനി മെറിറ്റ് ഓൺ അറ്റാച്ചിങ് ദ സിസ്റ്റം ഓഫ് ലോക്കൽ വെറൈറ്റി ഓഫ് മാംഗോ ട്രീ ടു ദ സെയിം വെറൈറ്റി അല്ലേ? ഇല്ല, വേണ്ട, നോ. വാണ്ട് എനി ലോക്കൽ വെറൈറ്റി. ഓക്കെ. ഇനി ലിസ്റ്റ് ഔട്ട് ദ മെത്തേഡ്സ് ഓഫ് പെറ്റ്സ് കൺട്രോൾ. എന്തൊക്കെ പെറ്റ്സ് കൺട്രോളാണ്? പെറ്റ്സ് കൺട്രോളിൽ നമ്മൾ ഇപ്പം നേരത്തെ ഭാഗത്ത് നോക്കി. എന്തൊക്കെയാണ് പെറ്റ്സ് കൺട്രോൾ നോക്കിയില്ലേ? ഏതാണ്? ആ പെറ്റ്സ് കൺട്രോളും അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ എഴുതാം. ഇവിടെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്, നോക്കി എഴുതാം. ഓക്കെ, ടീച്ചർ ഇവിടെ തന്നത് എഴുതാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പാഠം കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ